ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി ഇസ്രായേൽ രാജ്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ ഇസ്രായേലിനെ തീർക്കാനായി പുതിയ സഖ്യമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ഇസ്ലാമിക രാജ്യം മാത്രം മാറി നിൽക്കുന്നു, ഇസ്രായേൽ ഞങ്ങളുടെ ചങ്കാണെന്ന് പറയുന്നു. ഏതാണ് ആ രാജ്യം? എന്താണ് സംഭവം? അങ്ങനെ മാറി നിൽക്കുന്നു എന്ന് പറയാനൊക്കില്ല. ഒരു ഇരുവെള്ളത്തിൽ കാലുവെക്കുന്ന പരിപാടിയാണ് സത്യത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഖത്തറിനോടോ ദോഹയോടോ അല്ലെങ്കിൽ പലസ്തീനോടോ പ്രത്യക്ഷത്തിൽ ഒരു അനുഭാവവുമില്ല. എന്നാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നൈസായിട്ട് വന്ന് അറ്റൻഡ് ചെയ്തു പോകും. എന്നാൽ ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിൽക്കുക. അങ്ങനെ തന്ത്രപരമായ ഒരു ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്താണ്? അസർബൈജാൻ. ഈ അസർബൈജാൻ ഇസ്രയേലുമായിട്ടുള്ള, അല്ലെങ്കിൽ അസർബൈജാൻ എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ ചങ്കാണ് എന്ന് പറയുന്നതിന് കാരണമുണ്ട്. കഴിഞ്ഞ 30 വർഷമായി ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ധാരണയിൽ പോകുന്ന രാജ്യമാണ്. ആ ധാരണ എന്ന് പറയുന്നത് സൈനിക സഹകരണമുണ്ട്, സാമ്പത്തിക സഹകരണമുണ്ട്, ഇന്ധന വാങ്ങൽ വിൽക്കൽ അതേപോലെയുള്ള സഹകരണമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാർമ്മികത്വം വഹിച്ചത് അമേരിക്കയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ 30 വർഷം മുമ്പ് രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു കരാർ ഒപ്പിട്ടിരുന്നു. അന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇഷാഖ് റാബിനും അസർബൈജാൻ പ്രസിഡന്റ് ഹൈദർ അലിയേവും ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഒരു ധാരണയായത്. ഇത് പ്രകാരം രണ്ട് രാജ്യങ്ങളും തമ്മിൽ പല മേഖലകളിലും പരസ്പരം സഹകരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടു പേർക്കും പരസ്പരം അത്യാവശ്യമുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് സ്ഥിരതയുള്ള ഒരു ഇന്ധന സപ്ലയർ വേണം. ഈ അസർബൈജാനെ സംബന്ധിച്ച് അവർക്ക് ഈ അതിർത്തിയിലെ അടക്കം വെല്ലുവിളികൾ നേരിടാൻ നല്ല മൂർച്ചയുള്ള ആയുധങ്ങൾ വേണം. അത് ഇസ്രായേൽ കൊടുക്കും. ഇസ്രായേലിന് വേണ്ട ഇന്ധനം അസർബൈജാൻ കൊടുക്കും. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായം, അതാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ രണ്ടു പേർക്ക് ഇതുകൊണ്ടുള്ള ഗുണമുണ്ട്, ദോഷമൊന്നുമില്ല. അതുമാത്രമല്ല, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല, അതുകൊണ്ട് ശത്രുതയ്ക്ക് സ്ഥാനമില്ല. ഈ അസർബൈജാൻ എന്ന് പറയുന്നത് ഇസ്രയേലുമായിട്ട് വളരെ അകലെയുള്ള ഒരു രാജ്യമാണ്. സിറിയയും അതേപോലെ തന്നെ തുർക്കിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അസർബൈജാന് ഇസ്രയേലിലേക്ക് എത്താൻ. അപ്പോൾ അത്തരത്തിൽ വലിയ അന്തരമുള്ള ഒരു മുസ്ലിം മത രാഷ്ട്രവുമായിട്ട് ഇസ്രയേൽ തന്ത്രപരമായ ഒരു സഖ്യത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. രസം എന്താ വെച്ചാൽ, ഈ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിക്കാനായിട്ട് ഈ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒരു യോഗം ചേർന്നല്ലോ. ആ യോഗത്തിൽ അസർബൈജാൻ പങ്കെടുത്തു. പക്ഷെ അതേ സമയത്ത് തന്നെ അസർബൈജാന്റെ വിമാനം ഇസ്രയേലിലുണ്ട്, ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കലാപരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം അതിർത്തി പങ്കിടുന്നില്ല. മതപരമായിട്ടും രണ്ടും രണ്ട് രാഷ്ട്രമാണ്. ഇവർ ജൂതരാണെങ്കിൽ അവർ പിന്തുടരുന്നത് മുസ്ലിം മതവിശ്വാസമാണ്. മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് ഈ അസർബൈജാൻ എന്ന് പറയുന്നത്. വംശീയമായിട്ട് പോലും യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെച്ചമുണ്ട്, നേട്ടമുണ്ട്. ഇസ്രയേലിന് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥിരമായ ഈ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കാനായിട്ടൊരു സംഗതി വേണം. അസർബൈജാന് യുദ്ധോപകരണങ്ങളും. അങ്ങനെയാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു കക്ഷിയും കൂടി വരികയാണ്, തുർക്കി. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസർബൈജാനും നമ്മുടെ ഇസ്രയേലും തമ്മിൽ വലിയ ദൂരമുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഈ അസർബൈജാന് ഇങ്ങോട്ടേക്ക് ഇന്ധനം എത്തിക്കാനായിട്ട് അവർ പ്രധാനമായും ഉപയോഗിക്കുന്ന പൈപ്പ് ലൈനാണ്. പൈപ്പ് ലൈൻ വഴിയാണ് ക്രൂഡ് ഓയിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അത് ആ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന തുർക്കി വഴിയാണ് നമ്മുടെ ഇസ്രയേലിലേക്ക് എത്തുന്നത്. അപ്പോൾ നിലവിൽ ഇസ്രയേലിന് വേണ്ട 40 മുതൽ 50% വരെ ക്രൂഡ് ഓയിൽ എത്തിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്ധനം എത്തിച്ചു കൊടുക്കുന്നത് അസർബൈജാൻ ആണ് എന്നുള്ളതാണ്. പിന്നീട് ഈ മിഡിൽ ഈസ്റ്റിൽ പലതരം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ പലപ്പോഴായിട്ട്. അതായത് ഈ ഹമാസുമായിട്ടുള്ള സംഘർഷം, അല്ലെങ്കിൽ പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം, അങ്ങനെ പല മിഡിൽ ഈസ്റ്റിൽ പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും അസർബൈജാൻ ഇസ്രയേലിനോട്ടുള്ള ഇന്ധന സപ്ലൈ നിർത്തിവെച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പിന്നെ അസർബൈജാനും ഇസ്രയേലുമായിട്ടുള്ള സഹകരണം കൊണ്ട് മെച്ചമേ ഉണ്ടായിട്ടുള്ളൂ. പറയുന്നത് 2015 മുതൽ 2019 വരെയുള്ള കാലയളവിൽ അസർബൈജാൻ വാങ്ങിക്കൂട്ടിയത്, അതായത് അവരുടെ കൈവശമുള്ള ഇപ്പോൾ ഉള്ള ആയുധങ്ങളുടെ 60% ഇസ്രയേലിൽ നിന്നുള്ളതാണെന്നാണ്. ഈ അസർബൈജാനിൽ നിന്ന് കിട്ടിയ ഇസ്രയേലിൽ നിന്ന് കിട്ടിയ ഡ്രോണുകൾ അടക്കമുള്ള സംഗതി അവർക്ക് ഈ അർമേനിയയുമായിട്ട് 2020 ഒരു യുദ്ധം ഉണ്ടായിരുന്നു അസർബൈജാൻ. ആ സമയത്ത് ഇസ്രയേലിൽ നിന്ന് കിട്ടിയ ആയുധങ്ങളാണ് അസർബൈജാനെ വലിയ രീതിയിൽ സഹായിച്ചത്. പിന്നെ അതുമാത്രമല്ല, ഈ അസർബൈജാൻ എന്ന് പറയുന്നത് ഇറാനുമായും റഷ്യയുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രമാണ്. ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് അറിയാമല്ലോ, തീവ്ര നിലപാടുകളുള്ള തീവ്രവാദികൾ ധാരാളമുള്ള ഒരു രാഷ്ട്രമാണ്.
അത് മാത്രമല്ല അവിടെ അവർ ആയുധപരമായിട്ടും സായുധപരമായിട്ടും കുറെ ശക്തിയുള്ള ആയുധശേഷിയുള്ള രാഷ്ട്രമാണ്. പിന്നെ റഷ്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് ഭീഷണികളെ നേരിടാൻ ഇസ്രയേൽ പോലെ സൈനികമായി അല്ലെങ്കിൽ ഉന്നത നിലവാരമുള്ള യുദ്ധോപകരണങ്ങളുള്ള ഒരു രാഷ്ട്രവുമായി അവർക്ക് സഖ്യം ഉണ്ടാക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. അങ്ങനെയാണ് അവർ ഇത്തരത്തിൽ വന്നത്. പിന്നെ ഈ 2023 ഒക്ടോബറിലാണല്ലോ ഈ ഹമാസ് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയത്. ആ സമയത്ത് അതിനുശേഷം ഇസ്രയേൽ വലിയ രീതിയിലുള്ള തിരിച്ചടി തുടങ്ങി. അപ്പോൾ ഇസ്രയേൽ കണ്ണും പൂട്ടി അടിക്കുകയാണ്. അപ്പോൾ മുസ്ലിം മത രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സാർവദേശീയമായി എല്ലാവരും തന്നെ ഈ ഇസ്രയേലിന്റെ സൈനിക നടപടിയെ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു. അവരുടെ കുട്ടികളടക്കം മരിക്കുന്നു എന്ന് പറയും. പക്ഷെ ആ സമയത്തൊക്കെ അസർബൈജാൻ നല്ല ബുദ്ധിപരമായ മൗനം ഭജിക്കുകയായിരുന്നു. അതിന് കാരണമുണ്ട്. കാരണം അസർബൈജാൻ ഹമാസിനെ ഒരു എന്താ പറയുക പ്രതിരോധ സേനയായിട്ടല്ല കാണുന്നത്. അവരെ ഒരു ഫണ്ടമെന്റലിസ്റ്റ്, അതായത് എന്താ പറയുക ഒരു സ്വജന പക്ഷപാതം അല്ലെങ്കിൽ എന്താ പറയുക വംശീയ നിലപാടുള്ള ഒരു സംഘടനയായിട്ടാണ് കാണുന്നത്. ഈ അസർബൈജാന്റെ നിലപാട് ഇക്കാര്യത്തിലൊക്കെ കുറെ കൂടി പ്രോഗ്രസീവാണ്. ഒരു മുസ്ലിം മത രാഷ്ട്രമാണെങ്കിലും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് അസർബൈജാൻ. അത് മാത്രമല്ല അവരുടെ വിദേശ നയം എന്ന് പറയുന്നത് തന്നെ പ്രായോഗികതയിൽ അടിസ്ഥാനമാക്കിയാണ്. ഇത്തരം വൈകാരിക വിഷയങ്ങൾ ആസ്പദമാക്കി നിലപാടുകൾ എടുക്കുന്നതിന് പകരം പ്രായോഗികപരമായിട്ട് നിലപാടുകൾ എടുക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതിൻ്റെ ഉദാഹരണം പറയാം. ഇവർ ഒരേ സമയം ഇസ്രയേലും തുർക്കിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ഇസ്രയേലും തുർക്കിയും രണ്ടും ശത്രുപക്ഷത്തുള്ള ഒരു രാഷ്ട്രം കൂടിയാണെന്നുള്ളത് കൂടി ഓർക്കണം. അപ്പോൾ ഇവർ തമ്മിൽ ഈ തുർക്കിയും ഇസ്രയേലും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു സംഘർഷമോ തർക്കമോ ഉണ്ടാകുമ്പോൾ ഒരു മധ്യസ്ഥന്റെ റോളും അസർബൈജാൻ വഹിക്കാൻ ചെല്ലാറുണ്ട്. പിന്നെ അന്താരാഷ്ട്ര സമൂഹം ഈ ഇസ്രയേൽ നടത്തുന്ന നരനായാട്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ സമ്മർദ്ദം ചെലുത്തുമ്പോഴൊക്കെ ഈ അസർബൈജാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിപരമായ മൗനത്തിലായിരുന്നു. അതേപോലെ തന്നെ ഈ അന്താരാഷ്ട്ര സമൂഹം അസർബൈജാനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇസ്രയേലിന് ഇന്ധനം കൊടുക്കുന്നത് നിർത്തിവെക്കണം. കാര്യം അവർ യുദ്ധം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ അതേ മാർഗമുള്ളൂ. പക്ഷേ ഈ പറയുന്ന വിലക്കുകളൊന്നും അവർ വകവച്ചില്ല. അവർ രഹസ്യമായിട്ട് പോലും ഈ ക്രൂഡ് ഓയിൽ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുന്ന സമയത്ത് അസർബൈജാന്റെ ഒരു എണ്ണക്കപ്പൽ ഇസ്രയേലിന്റെ തീരത്തുണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ അസർബൈജാന്റെ പൊതുമേഖല എണ്ണ കമ്പനിയുണ്ട്, അതിൻ്റെ പേര് സോക്കാർ എന്നാണ്. അവർ എടുത്തിരിക്കുന്ന നിലപാടാണ് ഏറ്റവും രസകരം. അവർ പറയുന്നു, ഞങ്ങളല്ല അവർക്ക് ഇന്ധനം കൊടുക്കുന്നത്, ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഈ മധ്യവർത്തികളുണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക ഏജന്റുമാർ, അവരാണ് ഇസ്രയേലിന് ഇന്ധനം കൊടുക്കുന്നതെന്ന് രസകരമായൊരു നിലപാടും പറയുന്നുണ്ട്. തുർക്കിയും ഈ ഇന്ധനം വിതരണ കാര്യത്തിൽ തുർക്കിയും സമാനമായ നിലപാടാണ് എടുക്കുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ തുർക്കി വഴിയാണ് ഈ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്. തുർക്കിയും ഇസ്രയേലിലേക്ക് ഇന്ധനം സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു ഇന്ധനം വിതരണം നിർത്തിവെക്കുന്ന നിലപാടുകൾ എടുത്താൽ അത് അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരും ഇസ്രയേലിന് അനുകൂലമായി, അതായത് ഇന്ധന വിതരണ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായ സമയത്ത് ഈ അസർബൈജാനിൽ ഒരു ഓൺലൈൻ വോട്ടെടുപ്പ് നടന്നു, ഇസ്രയേലിനെ അനുകൂലിക്കണോ വേണ്ടയോ എന്ന നിലപാട്. പക്ഷേ അസർബൈജാനിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇസ്രയേലിനെ അനുകൂലിക്കുന്ന നിലപാടാണ് എടുത്തത്. പിന്നെ വേറൊരു രസവും കൂടിയുണ്ട്. ഈ അസർബൈജാനിൽ വലിയ രീതിയിലുള്ള മാധ്യമങ്ങളൊന്നുമില്ല. അവിടെ ഈ സർക്കാർ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഔദ്യോഗിക നമ്മുടെ ഇവിടുത്തെ ദൂരദർശൻ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അവർ ഈ ഗസയിൽ നടക്കുന്ന ഇസ്രയേലിൻ്റെ സൈനിക നടപടികളെ കുറിച്ചുള്ള വാർത്തകളൊന്നും അധികം അങ്ങനെ കൊടുക്കാറില്ല. അവരത് ബുദ്ധിപൂർവ്വം മുക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മുസ്ലിം മതരാഷ്ട്രങ്ങൾക്കിടയിൽ അസർബൈജാൻ എന്ന് പറയുന്നത് ആ മുസ്ലിം മതരാഷ്ട്ര കൂട്ടായ്മയിൽ ഉള്ളതാണെങ്കിൽ പോലും ഇസ്രയേലുമായിട്ട് വളരെ ചങ്ങാത്തം സൂക്ഷിക്കുക. അതിന് അവർക്ക് അതിൻ്റെതായ പ്രയോജനം ഉണ്ടെന്നും മനസ്സിലാക്കണം. ഇപ്പോൾ ദോഹയിൽ നടന്ന ആക്രമണത്തിൽ വലിയ രീതിയിൽ അപലപിക്കുന്ന തരത്തിൽ നിലപാടെടുക്കുമ്പോഴും പിന്നാമ്പുറത്ത് ഇസ്രയേലിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് തന്നെയാണ് അസർബൈജാൻ ഇപ്പോഴും നിൽക്കുന്നത്.